ഹെവൻ പെട്രോളിക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിത് മൈസൂർ പാലസും അതുപോലെ തന്നെ നമ്മുടെ സൂവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞത് സെൻറ്റ് ഫിലോമന ചർച്ചിലേക്ക് എത്തിയേക്കാട്ടാ. മൈസൂരിലെ സെൻറ്റ് ഫിലോമന ചർച്ചാണ് കേട്ടോ കാണുന്നത്. മൈസൂരിൽ ചരിത്രപ്രസിദ്ധമായ സെൻറ്റ് ഫിലോമന ചർച്ച് 1933 ഒക്ടോബർ 28 അന്നത്തെ കാലത്തെ മഹാരാജാവ് തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1941 കേട്ടോ പള്ളിപ്പണി പൂർത്തിയാക്കിയത്. നിയോ ഗോത്തിക് ശൈലിയിലാണ് കേട്ടോ ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. അതിമനോഹരമായ രീതിയിൽ ഇവർ പൂച്ചെടികളും ചുറ്റുപാടുകളും നല്ല രീതിയിൽ തന്നെ അവർ നോക്കുന്നുണ്ട് കേട്ടോ. ഈ പള്ളിയുടെ ഏറ്റവും നല്ല അതിമനോഹരമായി നമുക്ക് കാണുന്നത് 175 അടി ഉയരമുള്ള 2 ഗോപുരങ്ങളാണ് കേട്ടോ. ഈ പള്ളിയിൽ വിശുദ്ധ ഫിലോമിനയുടെ പ്രതിമയും ഭൂഗർഭ അറയും പിന്നെ അൾത്താറിൽ സൂക്ഷിച്ചിരുന്ന സെൻറ്റ് ഫിലോമിനയുടെ തിരുശേഷിപ്പുണ്ട്. ഈ പള്ളി കാണുമ്പോൾ തൃശ്ശൂർ പുത്തമ്പള്ളിയാണ് കേട്ടോ മനസ്സിൽ വരുന്നത്. സെൻറ്റ് ഫിലോമിനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധയും കൂടിയാണ്. ഗ്രീസിലെ ഒരു രാജാവിൻ്റെ ഭാര്യയുടെയും മകളാണ് ഫിലോമിന. 13 വയസ്സുള്ളപ്പോഴാണ് ക്രിസ്തുവിന് വേണ്ടി കന്യാകാത്വം സ്വീകരിച്ചത്. ജനിച്ചത് ജനുവരി 10 AD കേട്ടോ. അതുപോലെ തന്നെ AD 304 ഓഗസ്റ്റ് 10 മരണം. ഫിലോമിന എന്ന വാക്കിൽ 2 അർത്ഥമുണ്ട് കേട്ടോ. വെളിച്ചത്തിൻ്റെ മകളെന്നും പ്രിയപ്പെട്ടവളെന്നും കൂടിയാണ് കേട്ടോ ഈ ഫിലോമിന എന്ന പേരിന് അർത്ഥം. രക്തസാക്ഷിത്വം മരിച്ച കന്യകയാണ് കേട്ടോ ഫിലോമിന. റോമിൽ വെച്ചാണ് കേട്ടോ മരണം. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് 13 വയസ്സിൽ വധിക്കപ്പെട്ടതാണ്. അമ്പുകൾ കൊണ്ടും തല വെട്ടിയുമാണ് കൊലപ്പെടുത്തിയത്. സെൻറ്റ് ഫിലോമിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന യുവാക്കൾക്കും ശിശുക്കളുടെയുമാണ് കേട്ടോ. ഭൂഗർഭ അറ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് എന്തിനെ സംബന്ധിച്ചായിട്ടുള്ളതാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളേ. ഈ അറയിൽ 2 രൂപങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് സെബസ്ത്യാനോസ് പുണ്യാളൻ്റേതാണ്, പിന്നെ ഒന്ന് ഫ്രാൻസിസ് പുണ്യാളൻ്റേതാണ് കേട്ടോ. വൺ വോയിസ് ആണ് കേട്ടോ ഇടുന്നത്. നല്ല പനിയാണ്, അപ്പോൾ പനി പിടിച്ചതിൽ അതിൻ്റെ സൗണ്ടൊക്കെ കുറച്ച് പോയി. അതാണ് ഇത്രയും സ്ലോവിൽ പറയുന്നത് കേട്ടോ. സെൻറ്റ് ജോസഫിൻ്റെ പ്രതിമയാണ് കേട്ടോ കാണുന്നത്. സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് സെൻറ്റ് ജോസഫ്. അറയുടെ കാഴ്ച കഴിഞ്ഞ് നമ്മൾ ഇനി പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചുമരുമ്പിൽ കാണുന്ന എഴുത്തുകൾ എന്തിൻ്റെ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. 19-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ യൂറോപ്യൻ സൈനികർക്ക് വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ രാജാവ് പണി കഴിച്ചിരുന്ന ഇവിടെ പള്ളി. പിന്നെയാണ് അത് പുനർനിർമ്മാണം ചെയ്തിട്ടുള്ളത്. പള്ളിയുടെ അങ്കണത്തിൽ നിറച്ച് കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കട്ടെ. കണ്ടോ, കേൾക്കുന്നുണ്ടോ? ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും നിൽക്കണ കാഴ്ചയാണ് കാണുന്നത്. പാമ്പനെയും കണ്ടോ, കുന്തിരിക്കന്മാരാണ് കാണുന്നത് തന്നെ. ഒലിവ് മരത്തിൻ്റെ പോലെയുണ്ട്, പക്ഷേ അതാണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം. കുഞ്ഞു കുട്ടികളൊക്കെ വളരെ സന്തോഷിച്ച് കളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തിരക്കെന്ന് പറയാനില്ല. തീർത്ഥാടനക്കാരും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളും ഈ പള്ളി വന്ന് കണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രയർ റൂം പോലെയുണ്ട് കേട്ടോ. അത് ഗുഹയുടെ പോലെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. മൊബൈൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ചെറുതായി എടുക്കുന്നതാണ് കേട്ടോ.
ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കാലത്തിലേക്ക് പോകുന്നൊരു ഫീൽ ഉണ്ട് കേട്ടോ, കർത്താവിനെ കാണുമ്പോഴൊക്കെ. കണ്ടോ, ഞാൻ നേരത്തെ ഒരു ഗുഹ എന്ന് പറഞ്ഞില്ലേ, ആ ഗുഹയുടെ ഉൾവശമാണത് കേട്ടോ കാണുന്നത്. ഇവിടെ വിശുദ്ധന്മാരൊക്കെയാണ് ഉള്ളത്. പിന്നെ വേളാങ്കണ്ണി മാതാവുണ്ട്, പ്രയർ റൂമാണ് കേട്ടോ, ആരാധന ചാപ്പലാണ് കേട്ടോ. സെൻറ്റ് ഫിലോമന ചർച്ചയുടെ ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ കണ്ടത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ. KRS എന്ന് പറഞ്ഞാൽ അത്ര വൃന്ദാവനിലേക്ക് എത്താൻ പറ്റുള്ളൂ. വൃന്ദാവൻ എന്ന് പറഞ്ഞാൽ അവർക്കുള്ളത് ശരിക്കും അറിയില്ല എന്ന് പറയണത്. അടുത്ത സ്ഥലത്തേക്ക് പോയി ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് സിറ്റി ബസ് സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത യാത്ര തുടരുന്നത്.